40 മണിക്കൂറിൽ 20 ലക്ഷം ആളുകളാണ് അൺഫോളോ ചെയ്തു പോയത് നമ്മുടെ ചന്ദാമാമനെ. ചന്ദാമാമ ചെറുതായിട്ടൊന്ന് BJP-യിലോട്ടൊരു ചാട്ടം ചാടിയത് ഓർമ്മയുള്ളൂ. 40 മണിക്കൂർ, ഞാൻ ഈ പറയുന്ന കണക്ക് 40 മണിക്കൂർ കഴിഞ്ഞപ്പോഴേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇനി എത്ര കുറഞ്ഞു എന്നറിയില്ല. 12 മില്യണിലോട്ട് കുറഞ്ഞിട്ടുണ്ട്. ഇത് 14.3 മില്യണാണ്. ഏകദേശം 23-24 ലക്ഷത്തോളം ആളുകൾ 40 മണിക്കൂറിനിടക്ക് അൺഫോളോ ചെയ്ത് പോകുക എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. അതായത് ഇത്തരത്തിലുള്ള കൂടുമാറ്റങ്ങൾ എന്ന് പറയാൻ പറ്റില്ല, കാലുവാരുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ കാണിക്കുന്ന ചാണകക്കുഴിയിലോട്ട് പോയി ചാടുന്നവന്മാർ അൺഫോളോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം ഇത്ര അധികം ഉണ്ടെങ്കിൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് വിവരമുണ്ട്, അല്ലെങ്കിൽ യുവാക്കൾക്ക് ബോധമുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ യുവാക്കളായിരുന്നു രാഘവ് ചന്ദയുടെ പിന്നാലെ ഓടിയിരുന്നത്. കാരണം യുവാക്കൾക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ സംസാരിച്ചു എന്നുള്ളൊരു തോന്നൽ ഉണ്ടാക്കിയിരുന്നു. അതായത് എയർപോർട്ടിലെ വടയും ചായയുടെയും പൈസ കൂടി പോകുന്നുണ്ട്, അതല്ലെങ്കിൽ ഈ റീചാർജ് ചെയ്യുമ്പം 30 ദിവസത്തിന് പകരം 28 ദിവസം നിങ്ങളാക്കിയില്ല, ഇത്തരത്തിലുള്ള പല പല വലിയ വലിയ ചോദ്യങ്ങൾ ചോദിച്ച് ഒരുവിധം PR വർക്കുകളും ആറ്റിറ്റ്യൂഡും ഒക്കെ ആയിട്ട് നടക്കുന്നതിൻ്റെ ഇടക്കാണ് ഇത്തരത്തിലുള്ളൊരു കൂടുമാറ്റം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ വെറുതെയാണ്. അരവിന്ദ് കെജ്രിവാളിനെ പിടിച്ച് 2 വർഷത്തോളം പിടിച്ച് ജയിലിലിട്ട് അതിൻ്റെ പിന്നാലെ BJP ഡൽഹി പിടിച്ചെടുത്ത സമയത്ത് പോലും വാ തുറന്ന് മിണ്ടാൻ നമ്മുടെ ചന്ദാമാമക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അരവിന്ദ് കെജ്രിവാളിൻ്റെ എതിരെ എടുത്ത കേസ് പോലും വ്യാജമാണെന്ന് തെളിഞ്ഞ് കോടതിയിൽ നിന്ന് പുറത്തു വന്ന സമയത്ത് മിണ്ടിയിട്ടില്ല ആള്. അപ്പോൾ തന്നെ ഒരു ഉറപ്പായിരുന്നു ഇവൻ ചാടാൻ വേണ്ടി നിൽക്കുന്നവനാണ് എന്നുള്ളത്. അതുമാത്രമല്ല മറ്റ് പല രീതിയിൽ ഇപ്പം പാർട്ടിയുടെ പല ഉന്നത പദവികളിൽ നിന്ന് നീക്കം ചെയ്തപ്പോഴേ എല്ലാവർക്കും ഉറപ്പായിരുന്നു ഓൾറെഡി ചാടാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അത് മനസ്സിലാക്കിയിട്ടാണ് ഈ ആം ആദ്മി പാർട്ടിനെ പോലത്തെ പ്രത്യേകിച്ച് പ്രത്യയശാസ്ത്രങ്ങളും ഇല്ലാത്ത പാർട്ടിയിൽ നിന്ന് ഇത്തരത്തിലുള്ള ആളുകൾ പോകുന്നത് എന്ന് പലരും അന്നേ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ഓപ്പറേഷൻ ലോട്ടസ്, അതായത് ഓപ്പറേഷൻ താമരയുടെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ ചാടി പോകാറുണ്ട്. പണ്ടൊക്കെ പുലി വരുന്നേ എന്നാണ് പറയാറുണ്ടായിരുന്നത്. ഇപ്പം ഓപ്പറേഷൻ ലോട്ടസിൻ്റെ ഭാഗമായിട്ട് ഈ BJP-ക്കാർ വരുന്നത് ED വരുന്നേ, NIA വരുന്നേ, അല്ലെങ്കിൽ CBI വരുന്നേ, ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ഇപ്പോൾ ആൾക്കാർ ചാടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവരൊക്കെ പേടിച്ചിട്ടല്ലേ, ഇവന്മാരെ അഴിമതി ചെയ്ത് കൂട്ടിയിട്ട് അതിൻ്റെ എതിരെ കേസ്, അല്ലെങ്കിൽ അതിനെതിരെ പേടിച്ചിട്ട് അതിൻ്റെ കേസുകൾ പേടിച്ചിട്ടല്ലേ എന്നാണ് നമ്മുടെ സംഘികൾ പൊതുവെ നമ്മളോട് ചോദിക്കാറുള്ളത്. പക്ഷേ അതേ സംഘികളോട് തന്നെ എനിക്ക് പറയാറുള്ളത് ഇവരാരും ഒന്നും ചെയ്തു വെച്ചിട്ടും അല്ലെങ്കിൽ പേടിച്ചിട്ടും ഒന്നുമല്ല. ഇവരെതിരെ പിന്നാലെ പോയിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദാഹരണം നിങ്ങൾ അരവിന്ദ് കെജ്രിവാളിനെ എടുത്തു. അതായത് അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് വലിയ കോലാഹലങ്ങൾ കാണിച്ചു കൂട്ടിയിട്ടുള്ള ഈ നമ്മുടെ എന്താ പറയുക, ഈ വെട്ടപ്പട്ടികളെ പോലെ, അല്ലെങ്കിൽ BJP കുരയ്ക്കാൻ പറയുമ്പോൾ കുരയ്ക്കുന്ന വെട്ടപ്പട്ടികളെ അവസ്ഥയിലാണ് നമ്മുടെ ഈ പല ദേശീയ ഡിപ്പാർട്ട്മെൻറ്റുകളും, പ്രത്യേകിച്ച് ഇത്തരത്തിലുള്ള അന്വേഷണ ഏജൻസികളൊക്കെ ഈ പറഞ്ഞ കൂട്ടത്തിലാണ്. ചാടറ എന്ന് പറഞ്ഞാൽ ചാടറ കുഞ്ചിരാമ എന്ന് പറഞ്ഞാൽ ചാട്ടം അങ്ങോട്ട് ചാടും. അമിത്ഷാ ഓടറ കുഞ്ചിരാമ എന്ന് പറയുമ്പോൾ ഇവന്മാരെല്ലാവരും കൂടെ ഓടും. അതേ അവസ്ഥയിൽ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതോ ഡൽഹി അങ്ങോട്ട് പിടിച്ചു അല്ലേ. ഡൽഹി അങ്ങോട്ട് പിടിച്ച് കഴിഞ്ഞ് എല്ലാം സെറ്റിലാണെന്ന് കണ്ടു കഴിഞ്ഞപ്പം അരവിന്ദ് കെജ്രിവാളിൻ്റെ പേരിൽ എടുത്ത കേസ് പോലും തള്ളിപ്പോവുക ചെയ്തിട്ടുള്ളത്. ഡൽഹി ഹൈക്കോടതിയിൽ പറഞ്ഞത് എന്താണ്, അതായത് ഇത്തരത്തിലുള്ള കേസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ കാണുന്നില്ല, പ്രത്യേകിച്ച് ഒരു തെളിവും, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കേസിൽ എന്തെങ്കിലും ഒന്ന് ഉണ്ട് എന്നുള്ളത് CBIക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. ഇതൊന്നും കണ്ടുപിടിക്കാത്ത ഒരാളെ എങ്ങനെ പിടിച്ച് ജയിലിലിടുന്നത്, അല്ലെങ്കിൽ ഇതൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരാൾക്കെതിരെ എന്ത് കേസ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം NIA വരും, ED വരും, ഇവരെ പേടിച്ച് പിന്നെ ഇവരുടെ കരിയർ അങ്ങ് പോകുന്നത്. ഇവരെ പേടിച്ച് ഇവന്മാർ ഇതേപോലെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും, ഒന്നും അല്ലാത്ത സ്ഥലത്തിലോട്ട് എത്തിക്കും, അവസാന കേസൊന്നുമില്ല എന്നും പറഞ്ഞു വരും. ഇപ്പം നമ്മുടെ NIAയുടെ കേസ്, അല്ലെങ്കിൽ NIAയുടെ ടോട്ടൽ ഈ മൊത്തം ഒരു 100 കേസ് എടുത്തിട്ടുണ്ടെങ്കിൽ 98 കേസ് ഇത് തന്നെ അവസ്ഥ, എവിടെ എത്താണ്ട് പോയിട്ടേ ഉള്ളൂ. BJPക്ക് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ നമ്മുടെ കമ്പനിക്ക് വേണ്ടിയിട്ട് പണിയെടുത്തിട്ടുള്ള വെറും നായ്ക്കുട്ടുള്ള അവസ്ഥ. ഇങ്ങനെ എന്തെങ്കിലും എല്ലും കഷ്ടപ്പെട്ട് കൊടുക്കും, അത് നക്കിക്കൊണ്ടിരിക്കുക, ഇടയ്ക്ക് അവനെ പോയി പിടിച്ചു കൊണ്ടുവരും, പിടിച്ചു കൊണ്ടുവന്ന് ഇവരുടെ കാര്യങ്ങളൊക്കെ കഴിയുമ്പം കേസ് അങ്ങ് വിട്ടേക്ക്, ഇനി നോക്കിയിട്ട് കാര്യമില്ല എന്ന് വിടുന്ന അവസ്ഥ. ഇതാണ് NIAയും ED ഒക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരെ പേടിക്കണമെന്ന് വെച്ചാൽ പേടിക്കണം. ഈ നീർക്കോലി കടിച്ച് ഞാൻ അത്തായം മുട്ടില്ലേ, അവസ്ഥയാണ്. ഈ അത്തായം മുട്ടിക്കാൻ നീർക്കോലികൾ മതി. അപ്പോഴേക്കും ഈ ഒരു നേരത്തെ അത്തായം മുട്ടുമ്പോൾ ആ അത്തായം തിന്ന് വീർപ്പിച്ചുകൊണ്ടിരിക്കുന്ന BJP പാർട്ടിയെ നമ്മൾ മുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് EDനി NIAനെയൊക്കെ നല്ല പേടിയുണ്ട്. ഇതിൽ വേറൊരു എടുത്തു പറയാനുള്ളത്, ഈ അരവിന്ദ് കെജ്രിവാളും സിസോദിയൻ്റെ ഒക്കെ പിന്നാലെ ED നടന്നു. പല വർഷങ്ങളിലായിട്ട് ഇവരൊക്കെ അറസ്റ്റ് ചെയ്തു അല്ലേ. 2022 ED അറസ്റ്റ് ചെയ്തത് ഡൽഹിയിലെ മിനിസ്റ്റർ ആയിട്ടുള്ള സത്യേന്ദർ ജെയിനെ മണി ലോണ്ടറി കേസിലായിരുന്നു അന്ന് ED അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ആം ആദ്മി പാർട്ടിയുടെ. ഇനി 2023 വന്നപ്പം ഡൽഹി ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്ററിനെ അറസ്റ്റ് ചെയ്തു, കറപ്ഷൻ കേസിലായിരുന്നു അന്നത്തെ അറസ്റ്റ്. അതുപോലെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ സഞ്ജയ് സിംഗിനെ അറസ്റ്റഡ് ഇൻ ഡൽഹി ലിക്കർ പോളിസി കേസിൽ 2023 അറസ്റ്റ് ചെയ്തു. 2024 ഡൽഹി ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിന്റെ ED അറസ്റ്റ് ചെയ്തു. ഈ കേസുകൾക്ക് ഒന്നും ഒരു തുമ്പില്ലാണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും കേസുകൾ അടുത്തത് ഇനി ഡൽഹി ജൽ ബോർഡിലെ കേസും കാണിച്ച് ഡയറിയുടെ കഥ പറഞ്ഞുതരാം. ഡയറിയും കൂടെ കാണിച്ച് എന്നെ
അറസ്റ്റ് ചെയ്യോ എന്നുള്ള പേടി. കാരണം ഇദ്ദേഹമായിരുന്നു 2022 കാലഘട്ടത്തിൽ ഡൽഹി ജൽ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ. അപ്പം ആ ഒരു പേടി നല്ല വെടിപ്പായിട്ട് നമ്മുടെ ചന്ദാമാമക്ക് ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഓരോ സമയങ്ങളിൽ ഓരോ കാലഘട്ടങ്ങളിൽ ഇവരുടെ ഓരോ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ഈ പാർട്ടി തന്നെ ഇല്ലാണ്ടാക്കുക, അല്ലെങ്കിൽ RSS പ്രത്യയശാസ്ത്രത്തിൽ ഉണ്ടായിട്ടുള്ള പാർട്ടിയായിട്ട് എനിക്കിതിനെ തോന്നിയിട്ടുള്ളൂ, പലർക്കും ഇതിനെ തോന്നിയിട്ടുള്ളൂ. അത്തരത്തിലുള്ളൊരു പാർട്ടിയുടെ അജണ്ട കഴിഞ്ഞോ, അതല്ലെങ്കിൽ ഇനി വരെ കൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് പാർട്ടി കാര്യങ്ങളൊന്നും ഇല്ല എന്ന് തോന്നുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇവർ നമ്മളെക്കാൾ വളർന്ന് നമുക്ക് തലക്ക് മേലെ വരും എന്നുള്ള തോന്നൽ വരുന്ന സമയത്ത് അത്തരത്തിലൊരു പാർട്ടിനെ അങ്ങോട്ട് ഇല്ലാണ്ടാക്കി അതിൻ്റെ ആളുകളൊക്കെ പിടിച്ച് വലിച്ചെടുക്കുക. ഇതൊക്കെ തന്നെയാണ് BJP കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഓരോ കേസുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ എന്താ പറയുക, മദ്യനയ കേസ് പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയല്ലാതെ അത് പോയിട്ടുണ്ട്. ഇനി 2022 ഡൽഹി ജൽ ബോർഡിനെതിരെ ഒരു കേസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് EDയുടെ. ഈ കേസിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്യാൻ പോകുന്ന ആരായിരിക്കും? നമ്മുടെ ചന്ദാമാമനെ തന്നെയാണ്. കാരണം അന്നത്തെ ഡൽഹി ജൽ ബോർഡിൻ്റെ വൈസ് ചെയർമാനായിരുന്നു നമ്മുടെ ചന്ദാമാമ. അപ്പം ചന്ദാമാമക്ക് അറിയാം അടുത്തത് എനിക്കിട്ടുള്ള പണിയാണെന്ന് വ്യക്തമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ആയിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ റിലീസ് ചെയ്ത സമയത്ത് വാ തുറക്കാനും വന്നിട്ടില്ല, പിടിച്ചുകൊണ്ട് പോയ സമയത്ത് പ്രത്യേകിച്ച് വാ പൊളിക്കാനും വരാതെ ഇങ്ങനെ നൈസായിട്ട് ഈ പറഞ്ഞ പോലെ ഈ വടേൻ്റെയും ചായൻ്റെയും അളവും അല്ലെങ്കിൽ റീചാർജിൻ്റെ പൈസ കുറഞ്ഞു പോകുന്നു എന്നുള്ള ടെൻഷനൊക്കെ ആയിട്ട് മുന്നോട്ട് നടന്നിട്ടുള്ളത്. ഇനി ഇയാൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഈ 2 കാര്യങ്ങൾ, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഓരോരോ പ്രസംഗിച്ചു, യുവാക്കൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ രാജ്യത്തിന് വേണ്ടി പ്രസംഗിച്ചു എന്ന് പറഞ്ഞ 2 പ്രസംഗങ്ങൾ ഇതായിരുന്നു. അതായത് ഈ എയർപോർട്ടിൽ ചെല്ലുന്ന സമയത്ത് അവിടെ ഈ പറഞ്ഞ ചായയുടെ കാശ് അല്ലെങ്കിൽ ചായയുടെ കോഫി കുടിക്കണമെങ്കിൽ എത്ര പൈസ കൊടുക്കണം, എന്തുകൊണ്ട് ഇതിൽ റെഗുലേഷൻ കൊണ്ടുവരാൻ ഗവൺമെൻറ്റിന് പറ്റുന്നില്ല എന്നായിരുന്നു ഏറ്റവും വലിയൊരു വാദം. ഈ ഒരു PR നല്ല രീതിയിൽ ഉപയോഗിച്ചിരുന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് ഈ പറഞ്ഞ പദ്ധതി കഴിഞ്ഞ 2 മാസം മുമ്പ് തന്നെ നടപ്പാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇത് അറിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ എൻ്റെ പുഷ് കൊണ്ടാണ് ഇത് തീരുമാനിച്ചത് എന്ന് അറിയിക്കാനുള്ള PR മാത്രമായിട്ട് അത് ആൾക്കാർ കണ്ടിട്ടുള്ളൂ. ഈ രണ്ടാമതായിട്ട് കൊണ്ടുവന്നതായിരുന്നു ഈ 28 ദിവസത്തെ റീചാർജ്. നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ, എയർടെലിൻ്റെയും വോഡാഫോണിൻ്റെ ഒക്കെ 28 ദിവസത്തെ ഈ റീചാർജ് എന്ന് പറഞ്ഞ ആളെ പറ്റിക്കില്ലല്ലേ. 28 എങ്ങനെ വന്നത്, അത് 30 ആക്കിയാൽ എന്തായാലും 1 month എന്നുള്ള ഓപ്ഷൻ എന്ത് കൊടുക്കാത്തതെന്ന് ചോദിച്ചപ്പം ഇത് ഓൾറെഡി നമ്മളെ ടെലികോം മിനിസ്ട്രി ഓൾറെഡി ഇത് 1 year മുമ്പ് തന്നെ ഈ എന്താ പറയുക ഈ ടെലികോം കമ്പനികൾക്ക് ഇതിൻ്റെ നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അത് അപ്രൂവൽ ആയിട്ടുണ്ട്. അതിൻ്റെ ഫൈനൽ റിവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പോകുന്ന അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് പുള്ളിയുടെ ഈ വന്നൊരു തള്ള്. അപ്പോൾ ഇതും ഒരു PR സ്റ്റണ്ടിന് വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയുള്ള കാണിക്കലിനെ മറ്റ് വലിയ വലിയ കാര്യങ്ങളൊന്നും മിണ്ടാറില്ല. വലിയ കാര്യങ്ങളൊന്നും മിണ്ടാറില്ല. ഇടക്ക് അല്ലെങ്കിൽ തുടക്കകാലത്തിൽ നല്ല നൈസായിട്ട് നല്ല 2 വർത്തമാനം പറഞ്ഞിരുന്നു അല്ലേ. അതായത് BJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഒരു വാഷിംഗ് മെഷീൻ പാർട്ടിയാണ്. ആ വാഷിംഗ് മെഷീനിലോട്ട് അല്ലെങ്കിൽ ആൾക്കാരെ കൊണ്ടിടുക, എന്നിട്ട് കൊളിപ്പിച്ചെടുത്തിട്ട് പുറത്തോട്ട് എടുത്തിട്ട് BJPയിലോട്ട് ഇടുക എന്ന് വലിയ പ്രസ്താവനകൾ പറഞ്ഞ ആളാണ്. ആ പ്രസ്താവന നമ്മളെല്ലാവരും കേട്ടതുകൊണ്ട് भारतीय जनता पार्टी एक ऐसी वॉशिंग मशीन है जो बिना डिटर्जेंट पाउडर के ही दमदार सफाई देती है. एक तरफ से कथाकथित भ्रष्टाचारी डालो और दूसरी तरफ से क्लीन चिट निकलती है. ये BJP आज एक वॉशिंग मशीन बन गई है. ഇനി ഇത് മാത്രമാണോ? അല്ല, ഇതിനേക്കാൾ വലിയ BJP എന്ന് പറഞ്ഞാൽ വെറും ഗുണ്ടകളുടെയും അൺപട്ട് ആയിട്ടുള്ള ആളുകളുടെ, അതായത് എഡ്യൂക്കേഷൻ ഇല്ലാത്ത ഉളകളെ, നമ്മുടെ പ്രധാനമന്ത്രിനെ പറഞ്ഞാൽ തെറ്റിയിരിക്കുന്ന സംഖ്യകളെ, പ്രധാനമന്ത്രി MPhilഉം മറ്റേ എന്താ പറയുക പൊളിറ്റിക്കൽ സയൻസിൽ MA പൊളിറ്റിക്കൽ സയൻസ് അല്ലേ, അങ്ങനെ എന്തോന്നാന്നൊക്കെയാണല്ലോ നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അൺപഡ് എന്ന് പറഞ്ഞത് ജീനല്ല, ബാക്കിയുള്ള ആൾക്കാരെ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു പാർട്ടിയാണ്. അങ്ങനത്തെ ഒരു പാർട്ടി എന്ന് പറഞ്ഞതും നമ്മൾ കേട്ടതാണ് ഒരിക്കലും അല്ലേ. और मेरा ये मानना है कि BJP एक गुंडों की पार्टी है, अनपढ़ गुंडों की पार्टी है. वो सिर्फ गुंडागर्दी करते हैं और पेट्रनेज देते हैं गुंडों को. അപ്പം ഇത്തരത്തിലുള്ള വലിയ കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരത്തിലേക്കുള്ള ഒരു പാർട്ടിക്ക് എന്നെ വിലക്കെടുക്കാൻ പറ്റില്ല ഈ രാജ്യത്ത് അല്ലെങ്കിൽ ഈ ഭാഗത്ത്. എന്നെ, അതായത് രാഘവ് ചന്ദനെ വിലക്കെടുക്കാൻ ഒരു തരത്തിലുള്ള പൈസയും ഈ ലോകത്തില്ല, അല്ലെങ്കിൽ BJPക്ക് പറ്റില്ല എന്ന് ഉറക്കെ പ്രസ്താവനകൾ പറഞ്ഞിരുന്ന ഒരു ആളുമായിരുന്നു നമ്മുടെ ചന്ദാമാമ. आज तक वो रकम नहीं बनी, मैं साफ तौर पे कहना चाहता हूं, आज तक वो रकम नहीं बनी और वो शख्स पैदा नहीं हुआ जो राघव चड्ढा को, आम आदमी पार्टी को या अरविंद केजरीवाल को खरीद ले. मैं साफ तौर पे अपने विरोधियों को कहना चाहता हूं. അപ്പോൾ അവസാനം എന്താണെങ്കിലും BJP വിലക്കെടുത്തിട്ടുണ്ട്. തന്നെ വാങ്ങാനുള്ള വില, അല്ലെങ്കിൽ തന്നെ പോലത്തെ ഒരുത്തനെ വാങ്ങാനുള്ള പൈസ ഒക്കെ BJPയുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ അടവുകളൊക്കെ BJPയുടെ കയ്യിലുണ്ട് എന്ന് വീണ്ടും വ്യക്തമാക്കി തന്നിക്കുകയാണ്. അപ്പോൾ കള്ളന്മാർക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിപ്പെടാനും കള്ളന്മാർക്ക് രാജ്യം ഭരിക്കാനും പവറിൽ എത്താനും പൈസ ഉണ്ടാക്കാനും പറ്റിയ ഒരു പാർട്ടിയിലോട്ട്, അതായത് BJP RSS സംഘപരിവാറിൻ്റെ കൂട്ടത്തിലോട്ട് നമ്മുടെ മാമ എത്തിയിട്ടുണ്ട്. അപ്പം ഇതാണ് മാമനെ പറ്റി പറയാനുള്ളത്. ഇതുപോലെ ഒരുപാട് കഥകൾ നമുക്ക് മാമനെ പറ്റി നോക്കിക്കഴിഞ്ഞാൽ പറയാൻ പറ്റും. ഇത് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെയാണ് ഒരു 40 മണിക്കൂർ കൊണ്ട് 25 ലക്ഷത്തോളം ആളുകൾ അൺഫോളോ ചെയ്തിട്ട് മതിയായി എന്നും പറഞ്ഞ് പുറത്തോട്ട് ഓടി വന്നിട്ടുള്ളത്. ഇനി കൂട്ടത്തിലുള്ള മറ്റ് ആളുകൾ, നമ്മൾ അശോക് മിത്തലിനെ എടുത്തു കഴിഞ്ഞാൽ, അശോക് മിത്തൽ
ലവ്ലി പ്രൊഫഷണൽ യൂണിവേഴ്സിറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. യൂണിവേഴ്സിറ്റിയുടെ തലപ്പത്തിരിക്കുന്നു, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയുടെ ഉടമയാണ്, പൈസ ഇഷ്ടം പോലെ ഉണ്ട്. കഴിഞ്ഞ 10 ദിവസം മുമ്പായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ ഇഡിയുടെ റെയ്ഡ് നടന്നിട്ടുള്ളത്. അന്ന് എന്തൊക്കെ കണ്ടെത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി എന്തൊക്കെ കണ്ടെത്തും, അതല്ലെങ്കിൽ ഇനി അതിൻ്റെ പേരിൽ എന്തൊക്കെ പുലിവാലുകൾ വരും എന്നുള്ള ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ 10 ദിവസം കൊണ്ടാണ് അണ്ണൻ ഇങ്ങോട്ടൊരു ചാട്ടം ചാടിയിട്ടുള്ളത്. പിന്നെ എന്താ പറയുക, അതുപോലെ സന്ദീപ് പതക്കിൻ്റെ ചാട്ടത്തിനുള്ള പിന്നിലുള്ള തേജോവിഹാരം എന്താണെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയേണ്ടി വരും. IIT പ്രൊഫസറായിരുന്നുള്ള ഞാൻ, രാജ്യത്തിന് വേണ്ടിയിട്ട് പാർട്ടിക്ക് വേണ്ടിയിട്ട് പോരാടിയിട്ടുള്ള ഞാൻ, എനിക്കിത് മനസ്സിലായി, പാർട്ടി ഇതൊന്നുമല്ല പാർട്ടി എന്ന് മനസ്സിലാക്കി ചാടിപ്പോയത് അങ്ങോട്ടാണ് ചാണക പാർട്ടിയിലോട്ട്. അപ്പം ഇനി അതിൻ്റെ പിന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ്, ഏതൊക്കെ രീതിയിലാണ് താൻ പെട്ടിട്ടുള്ളത് എന്നുള്ള വാർത്തകൾ ഇനി വരാൻ ചാൻസ് ഇല്ല. കാരണം അത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ അണ്ണൻ ചാടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ മൊത്തം 10 പേരോളം അങ്ങോട്ട് ചാടിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇനി ഒരു വേറെ നിയമക്കുരുക്കുകളും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. കാരണം ഭൂരിപക്ഷം, അല്ലെങ്കിൽ 3-2 ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് തന്നെയാണ് അങ്ങോട്ട് ചാടിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പാർട്ടി അതിൽ ലയിച്ചിട്ടില്ലെങ്കിൽ ലയിച്ച പോലെ എന്നുള്ളൊരു നിയമം നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ട് സേഫ് കളിയാണ് ഈ ഓപ്പറേഷൻ താമര കളിച്ചിട്ടുള്ളത്. അപ്പം ഇത്രയും ആളുകൾ ഇത്തരത്തിലുള്ള ചാടുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കിയാൽ മതി. എന്തുകൊണ്ട് പാർട്ടിക്ക്, അല്ലെങ്കിൽ എന്തുകൊണ്ട് കെജ്രിവാളിന്, എന്തുകൊണ്ട് ആം ആദ്മി പാർട്ടിക്ക് ഇവരെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല, പിടിച്ചു വെക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്വന്തമായിട്ടൊരു പ്രത്യയശാസ്ത്രങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒരു പാർട്ടി, കുറേ RSSൻ്റെ പണ്ടത്തെ നേതാക്കന്മാർ, അല്ലെങ്കിൽ RSS ചിന്താഗതിയിൽ RSSനെ കുറ്റം പറയാത്ത കുറേ ആളുകൾ കോൺഗ്രസിനെ ഇല്ലാണ്ടാക്കാൻ വന്ന് ഉണ്ടാക്കിയിട്ടുള്ളൊരു പാർട്ടി. പ്രത്യേകിച്ച് ഒരു രാഷ്ട്രീയം പറയാൻ ഞങ്ങൾക്കില്ല. ഓരോ സ്ഥലത്ത് പോയിട്ട് ഇവിടെ അതില്ലല്ലോ, ഇവിടെ ഇതില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അവിടെ നിയമം കയ്യിലെടുത്ത്, അല്ലെങ്കിൽ അവിടുത്തെ ഭരണം കയ്യിലെടുത്ത് പ്രവർത്തിച്ച് മുന്നോട്ട് പോകുക. അതല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തോട്ട് ഇനി എന്ത് ചെയ്യണം, എങ്ങനെ ഭരിക്കണം എന്നറിയാൻ പറ്റാത്തൊരു പാർട്ടി. പിന്നെ പാർട്ടിയിലെ ഫണ്ടിൻ്റെ ഇഷ്യൂസും പല കാരണങ്ങളും പല പ്രശ്നങ്ങളും കൊണ്ട് അവസാന ഭാഗത്തോട്ട് എത്തിയപ്പോൾ സമയത്ത് രാജ്യസഭയിലോട്ട് പൈസ വാങ്ങിയിട്ട്, ഇത്തരത്തിലുള്ള മിത്തലിനെ പോലത്തെ ആളുകളെ പൈസ വാങ്ങിച്ചിട്ട് രാജ്യസഭയിൽ എത്തിയപ്പം വളരെ ഈസി ആയിട്ട് BJPക്ക് അവരെ ചൂണ്ടിയെടുക്കാൻ പറ്റി. കാരണം പൈസക്ക് വേണ്ടി ചാടുന്ന, അല്ലെങ്കിൽ പൈസക്ക് വേണ്ടിയിട്ട് പവറിന് വേണ്ടി ജീവിക്കുന്ന ഇത്തരത്തിലുള്ള ജീവികളെ വളരെ ഈസിയിലാണ് BJP ഇപ്പോഴും പിടിക്കാറുള്ളത്. BJPയുടെ ഏത് നേതാക്കന്മാർ എടുത്തു നോക്കിയാലും മനസ്സിലാക്കും നിങ്ങൾക്ക്, അവരതുകൊണ്ടൊക്കെയാണ് പിടിച്ചു നിന്ന് പോകുന്നത്. ഈവൻ കേരളത്തിൽ പോലും നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഒരു വിലയും ഗുണമില്ലാത്തവന്മാരാണ് നമുക്ക് തോന്നും, പക്ഷെ വലിയ വലിയ സെലിബ്രിറ്റീസ് ആയിരിക്കും. അങ്ങനെ കുറച്ച് പ്രത്യേകിച്ച് ഈ ആൾക്കാർക്ക് ചിന്ത, കേരളത്തിലൊക്കെ ഉള്ള ആൾക്കാർക്ക് ബോധം വരും. ഇവർ സെലിബ്രിറ്റിനെ കണ്ടിട്ടും, അല്ലെങ്കിൽ അവൻ്റെ കളർ കണ്ടിട്ടും വെളുപ്പ് കണ്ടിട്ടൊന്നും വോട്ട് ചെയ്യില്ല. പക്ഷേ നോർത്ത് ഇന്ത്യ അങ്ങനെയല്ല. നോർത്ത് ഇന്ത്യയിൽ ഈ പറഞ്ഞ സെലിബ്രിറ്റീസിന് ഇറക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കാണാൻ ചൊറുക്കുള്ള ആൾക്കാരൊക്കെ ഇറക്കിക്കഴിഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അൺപഡ് ലോക്ക് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനത്തെ ടീംസാണ് അവിടെ ഉള്ളത്. അതുകൊണ്ടൊക്കെ തന്നെ BJP അവിടെ ഇങ്ങനത്തെ ആൾക്കാരെ ഇറക്കി പോകുന്നത്. അപ്പോൾ അതേ തലയിലുള്ള ആൾക്കാരാണല്ലോ, അല്ലെങ്കിൽ അതേ തല വെച്ചിട്ട് കേരളത്തിലെ ആളുകൾ അങ്ങ് വിലക്കെടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവിടുത്തെ കുറേ കുറ്റികളെ അങ്ങോട്ട് പിടിച്ചിട്ട് സ്ഥാനാർത്ഥികളാക്കി ഇപ്പം ശരിയാക്കി തരാം, അപ്പം പിടിക്കുന്നത് വിചാരിച്ചത്. പക്ഷേ തൊടാൻ പറ്റാത്തത് BJPക്ക് അതുകൊണ്ടൊക്കെ തന്നെയാണ്. പിന്നെ ഇവിടെ വാരി വിതറുന്നത് മറ്റ് വലിയ നേതാക്കളാണ്, നമ്മൾ വിചാരിക്കുന്ന നേതാക്കൾ വാരി വിതറുന്നത് എന്താണ്? ഈ പറഞ്ഞ വർഗീയതയും ചെറ്റത്തരും കുശുമ്പ് കുഞ്ഞായ്മയൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമ്മൾ കേരളക്കാർ ഇവിടെ അടുപ്പിക്കുന്നില്ല. പിന്നെ തൃശ്ശൂരുകാർക്ക് ചെറിയ അബദ്ധമൊക്കെ പറ്റിപ്പോയി, പോട്ടെ, അത് അടുത്ത വട്ടം തിരുത്തുമെന്ന് നമുക്ക് വിചാരിക്കാം. അപ്പോൾ ഇത്തരത്തിൽ ഈ പാർട്ടി ചാടുന്ന, പ്രത്യേകിച്ച് ഇവനെ പോലത്തെ ആളുകളെ, അതായത് വിൽക്കാൻ, എന്നെ വാങ്ങാനുള്ള പൈസ ഈ ലോകത്ത് ആർക്കും ഇല്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് BJPക്ക് ഇല്ല എന്ന് പറഞ്ഞാൽ അതേ BJPനെ കൊണ്ട് തന്നെ വിലക്കെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഇവനൊക്കെ ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഇവൻ്റെയൊക്കെ ഒരു രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും നിങ്ങൾ ചിന്തിച്ച് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. എവിടെ എത്തിക്കും ഈ പാർട്ടി എന്നുള്ളതൊക്കെ നമ്മൾ കണ്ട് തന്നെ അറിയേണ്ടി വരും. ഏതായാലും ആ ഒരു ജനസമ്മതി കുറഞ്ഞത് എത്ര ഈസി ആയിട്ട്, വ്യക്തമായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് അവസ്ഥ. ഏതായാലും അതുകൊണ്ട് തന്നെ ആൻറ്റി ഡിഫെക്ഷൻ ലോ പ്രകാരം ഇവരുടെ MP സ്ഥാനം പോകാനുള്ള ചാൻസസ് ഒക്കെ വളരെ കുറവാണ്. പക്ഷേ ചില ആളുകൾ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അതായത് സുപ്രീം കോടതി ഒരു വിധി വന്നിട്ടുണ്ട്. മഹാരാഷ്ട്രയിലുള്ളൊരു കേസിൽ സുപ്രീം കോടതി വിധി അനുസരിച്ചിട്ട് ലെജിസ്ലേറ്റീവ് പാർട്ടി, അതായത് MP-മാരും MLA-മാരും മാറിയത് കൊണ്ട് മാത്രം അത് നിയമപരമാകില്ല എന്നുള്ളത് കൊണ്ട് തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ മൊത്തത്തിലുള്ള തീരുമാനം ഇതിന് ആവശ്യമാണ്. അതിനാൽ ഈ 7 MP-മാർ BJPയിലേക്ക് ലയനം കോടതി വേണമെങ്കിൽ ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്നുള്ള ചില ആളുകളുടെ, ചില നിയമ ഉപദേശകരുടെ നിരീക്ഷണങ്ങൾ ഇതിൻ്റെ പിന്നാലെ വരുന്നുണ്ട്. ഏതാണെങ്കിലും അതൊക്കെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അപ്പം ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകൾ എല്ലാ പാർട്ടികളിലും ഉണ്ടാവും. ഏതാണെങ്കിലും BJPയിലേക്ക് പോകുമ്പോൾ മാത്രമേ ഉള്ളൂ ഇത്തരത്തിലുള്ള പുഴുക്കുത്തുകളുടെ ആ ജനസമ്മതി കുറയുന്നത് നമ്മൾ കാണുന്നത്. അതങ്ങനെയാണ്. ആ പോയ സ്ഥലം, അല്ലെങ്കിൽ വീണ കുണ്ട ഏതാണെന്ന് നോക്കിയിട്ടാണല്ലോ ആൾക്കാർ ഇനി ആ കൂട്ടത്തിൽ നിൽക്കണോ, അല്ലെങ്കിൽ ആ മണം അടിച്ച് ഞങ്ങൾ നിൽക്കണോ എന്നുള്ള ചിന്ത വരുന്നത്. ആ കൂട്ടത്തിൽപ്പെട്ട ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പോകുന്നത് തന്നെയാണ് എപ്പോഴും പാർട്ടിക്ക് നല്ലത്. ഇപ്പം നമ്മുടെ കേരളത്തിൽ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇതുള്ള കുട്ടി അവിടെ പോയത് മാത്രമേ ഓർമ്മയുള്ളൂ. ഇപ്പോൾ കുട്ടിയില്ല, ചട്ടിയില്ല. കുട്ടി എന്നിടത്ത് ഒരു പൂട പോലും പിന്നെ മുളച്ചിട്ടില്ല. അതിനുശേഷം പോയതാണ് പപ്പിക്കുട്ടി. ഈ കുട്ടി പോയത് മാത്രമേ കുട്ടിക്ക് അറിയുള്ളൂ. കുട്ടീനെ
അല്ലെങ്കിൽ കുട്ടീനിട്ട് വാരി വെതറി വിലസിക്കൊണ്ടിരിക്കുകയാണ്. ഈ പാർട്ടിയിൽ പൈസയും അതുപോലെ തന്നെ സ്ഥാനവും മോഹിച്ചു പോയിട്ടുള്ള മറ്റൊരു കുട്ടിയാണ് അനിൽ ആൻ്റണി കുട്ടി. ആ കുട്ടി ഇമാതിരി മൊണ്ണ. ഏതായാലും ഇവിടെ നിൽക്കാനത് ഭാഗ്യം. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെയും കിട്ടുന്നില്ല. കാരണം കിട്ടാനുള്ള ബുദ്ധിയും വിവരമൊന്നും ഇല്ലല്ലോ. ഈ മൊമ്മ വർത്താനം പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ പോയൊരു കുട്ടിയാണ് ആ കുട്ടി. പിന്നെ പോയൊരു കുട്ടിയാണ് പി സി ജോർജിൻ്റെ കുട്ടിയും. രണ്ടും നല്ല ഒന്നാം തരം ബാണക്കുറ്റികൾ. അതായത് പബ്ലിക് ക്ലോസറ്റിനേക്കാൾ തരം താന്ന രണ്ട് ജന്മങ്ങൾ അവന്മാരും അങ്ങോട്ട് പോയിട്ടുണ്ട്. എവിടെയും ഈ പറഞ്ഞ BJP പാർട്ടിയിൽ എവിടെ എത്താണ്ട് ഈ മറ്റേ നൂല് പൊട്ടിപ്പോയ പട്ടം പോലെ ഇപ്പം അങ്ങനെ പാറ് നടന്നുകൊണ്ടിരിക്കുകയല്ല. എന്തെങ്കിലുമൊക്കെ ഒന്ന് വേണേ ചെയ്യണം, അവസാനം ഒന്നും കിട്ടില്ല എന്ന് കുറേ ബിഷപ്പുമാരെ ചീത്ത പറയുക, പിതാക്കന്മാരെ ചീത്ത പറയുക, കുറേ സഭകളെ ചീത്ത പറഞ്ഞു കഴിഞ്ഞാൽ ഇവനൊക്കെ ആൾക്കാർ തലേ കയറ്റി സംഘികൾ അങ്ങോട്ട് വായിലോട്ട് അപ്പിട്ട് കൊടുക്കുമെന്നുള്ള ചിന്തയിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് പാർട്ടി വിട്ടുപോയിട്ടുള്ള ആളുകളുടെ യഥാർത്ഥ അവസ്ഥ. നമുക്ക് ബാക്കി നോക്കാം എന്താവും ഇനിയുള്ളത്.